എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി 9:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയ ഭാഗമാണ്. ഈ വാക്യങ്ങളിൽ കനാന് കൊടുക്കുന്ന ശാപത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമുക്ക് ശേമിനെക്കുറിച്ചും യാഫത്തിനെക്കുറിച്ചും നോഹ പറഞ്ഞ വാക്കുകളിലേക്ക് വരാം. ശേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ 26-ാമത്തെ വാക്യമാണ്. കനാൻ അവരുടെ ദാസനാകും, ദൈവം യാഫത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും എന്നവൻ പറഞ്ഞു. ഇപ്പൊ കനാൻ ലോകത്തിൽ ഒരിക്കലും ഉയർന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. ശേമിന്റെയും യാഫത്തിന്റെയും സന്തതി പരമ്പരകളുടെ കീഴിലാണ് എന്നും ലോകത്തിന്റെ ചരിത്രത്തിൽ ഈ കനാന്റെ സന്തതി പരമ്പരകളെ നാം കാണുന്നത്. മറിച്ച് ശേമിനെ കുറിച്ച് ദൈവം പറയാണ്, ശേമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ശേമിന്റെ ദൈവം എന്നാണ് യഹോവയെക്കുറിച്ച് നോഹ പറയുന്നത്. ദൈവത്തോടുള്ള വളരെ അടുത്ത ഒരു ബന്ധമുള്ളവനായി ശേം മാറും. ആ ശേമിന്റെ കൂടാരങ്ങളിലാണ് ദൈവഭക്തിയുള്ള ആളുകൾ കൂടുതലായിട്ട് കാണപ്പെടാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാടിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ഈ ശേമിന്റെ മക്കളായിരിക്കും എന്ന് പ്രവചനപരമായി നോഹ പറയുകയാണ്. നമുക്കറിയാം, ശേമിന്റെ സന്തതി പരമ്പരയിൽ നിന്നാണ് അബ്രാഹാം വന്നത്. അബ്രാഹാമിൽ നിന്നാണ് പിന്നീട് ഇസ്ഹാക്കും യാക്കോബും ഇസ്രായേൽ ജനതയും ഒക്കെ ഉത്ഭവിക്കുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ ദൈവം എന്ന ദൈവത്തെക്കുറിച്ച് പറയാറുണ്ട്. ശേമിന്റെ ദൈവം എന്ന് ഒരു വ്യക്തിയോട് ചേർത്ത് ഒരുപക്ഷെ ആദ്യമായിട്ട് പറയുന്നത് ഇവിടെയാണ്, ശേമിന്റെ ദൈവം. പിന്നീട് നമ്മൾ കാണുന്ന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ ദൈവം എന്നാണ്. അപ്പോൾ ഇങ്ങനെ ദൈവം തൻ്റെ പേരുകൂടി ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള അപൂർവം ചില ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അത്തരത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ഈ ശേം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ശേമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നു. ശേമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഈ വാക്കുകളിൽ നമുക്കറിയാം, മെശിഹായുടെ അവതാരം, മെശിഹ വരുന്നതും ഈ ശേമിന്റെ സന്തതി പരമ്പരയിൽ നിന്നാണ്, എബ്രായ ജനതയിൽ നിന്നാണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ദൈവം കൊടുത്ത ഒരു ജനതയാണ് ഈ ശേമിന്റെ സന്തതി പരമ്പരയിൽ വരുന്ന എബ്രായ ജനത അഥവാ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. അവരെ പോലെ ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനവിഭാഗമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നടന്നത് ഈ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടുന്ന് കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, പിന്നീട് അവരോട് ചേർന്ന് വന്ന മറ്റ് ശിഷ്യന്മാർ, ഇവരെല്ലാം യഹൂദന്മാരായിരുന്നു. ഇവരെല്ലാം ഈ ശേമിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളായിരുന്നു. പിന്നീട് സഭയുണ്ടാകുമ്പോഴും അവിടെയും ആദ്യം 120 പേരെ കാണുന്നു. അവരെല്ലാവരും തന്നെ ഈ യഹൂദ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നിരിക്കണം. പിന്നീടാണ് മറ്റ് ജനതകളിലേക്ക് സുവിശേഷം പോകുന്നത്. എങ്കിലും ഈ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കുന്ന ഒരു യഹോവയെ, ഒരു ദൈവത്തെ നമുക്ക് ചരിത്രത്തിലുടനീളം കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി യാഫത്തിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്നത് യാഫത്തിനെ വർദ്ധിപ്പിക്കുമെന്നാണ്. ദൈവം യാഫത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും. രണ്ട് അനുഗ്രഹങ്ങളാണ്. യാഫത്തിനെ ദൈവം വർദ്ധിപ്പിക്കും. ദൈവം വർദ്ധിപ്പിച്ചു യാഫത്തിനെ. ഇന്ന് ലോകത്തിൽ കാണുന്ന യൂറോപ്യൻ ജനവിഭാഗങ്ങൾ മുഴുവനും യാഫത്തിന്റെ മക്കളിൽ നിന്ന് ഉണ്ടായ ജനവിഭാഗങ്ങളാണ്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ യൂറോപ്യൻ സമൂഹം, അതിൻ്റെ എല്ലാം ഉറവിടം യാഫത്താണ് എന്ന് ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം യാഫത്തിനെ വർദ്ധിപ്പിച്ചു, എണ്ണം കൊണ്ട് വർദ്ധിപ്പിച്ചു, സ്വാധീനം കൊണ്ട് വർദ്ധിപ്പിച്ചു. ഈ ലോകത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് യാഫത്തിൻ്റെ മക്കളെ ദൈവം മാറി മാറി കൊണ്ടുവന്നു. ഒരു കാലഘട്ടത്തിൽ ഗ്രീക്ക് സാമ്രാജ്യം വന്നു, പിന്നീട് റോമൻ സാമ്രാജ്യം വന്നു, പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ വലിയ ഒരു ഭരണകാലം വന്നു. ഇന്ന് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ലോകത്തെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം യാഫത്തിൻ്റെ മക്കളാണ്. യാഫത്തിൻ്റെ സന്തതി പരമ്പരയിൽ വരുന്ന രാജ്യങ്ങളാണ്, ജനവിഭാഗങ്ങളാണ്. അപ്പോൾ ദൈവം അവരെ വർദ്ധിപ്പിച്ചു. ഇനി മറ്റൊരു കാര്യം പറയുകയാണ്, ഈ യാഫത്ത് ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കുമെന്നാണ്. ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും. അതൊരു വിചിത്രമായ പ്രസ്താവനയാണ്. എന്തായിരിക്കാം ആ പ്രയോഗത്തിന്റെ അർത്ഥം? ശേമിന്റെ കൂടാരങ്ങളിൽ യാഫത്ത് എങ്ങനെയാണ് വസിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ജനതയുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ
എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വാക്യമാണിത്. ഷേമിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് വന്ന മെശിഹായിലൂടെ, യേശുക്രിസ്തുവിലൂടെ ദൈവം യാഫേത്തിൻ്റെ സന്തതികളെയും അനുഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്കറിയാം, സുവിശേഷം യെരുസലേമിൽ പ്രസംഗിച്ചു തുടങ്ങി, അതിനുശേഷം അവിടെ ഇസ്രായേലിൽ എല്ലായിടത്തും പ്രസംഗിക്കുന്നു. പിന്നീട് ആ സുവിശേഷം വ്യാപിക്കുന്നത് യൂറോപ്യൻ ലോകത്തിലേക്കാണ്. അപ്പോൾ ഏഷ്യയിൽ നിന്ന് സുവിശേഷം നേരെ പോകുന്നത് യൂറോപ്യൻ ലോകത്തിലേക്കാണ്. അവിടെ റോമ നഗരം ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങൾ കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു നിലയിലേക്ക് പിന്നീട് വളരുന്നു. അങ്ങനെ യൂറോപ്യൻ ലോകം സുവിശേഷവൽക്കരിക്കപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കവാറും തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സ്വാധീനത്തിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ യാഫത്തിൻ്റെ സന്തതികൾ ഈ ഷേമിൻ്റെ ദൈവത്തിലേക്ക് വരുന്ന കാഴ്ച നമുക്കവിടെ കാണാം. ആ ഷേമിൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അങ്ങനെ ഷേമിൻ്റെ മക്കളും യാഫത്തിൻ്റെ മക്കളും ഒരു കൂടാരത്തിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു രസകരമായൊരു ഒബ്സർവേഷൻ പറയാം. ഈ യാഫേത്ത് എന്നുള്ള ആ വാക്ക് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഷേമിൻ്റെ കൂടാരങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ആശയമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് ജോൺ കാൽവിൻ പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണമുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ളൊരു വിശദീകരണമാണ്. ഈ യാഫേത്ത് എന്ന് പറയുന്ന വാക്ക് പഥ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആ വാക്കിൻ്റെ അർത്ഥം ഹൃദ്യമായി സംസാരിക്കുക, ഒരു ദിശയിലേക്ക് നയിക്കുക എന്നൊക്കെയാണ്. ഒരു ദിശയിലേക്ക് ചായ്ക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദ്യമായി സംസാരിച്ച് ഒരു വശത്തേക്ക്, ഒരു ദിശയിലേക്ക് കൊണ്ടുവരിക എന്ന ആശയം ഈ യാഫേത്ത് എന്ന പേരിൽ തന്നെ ഉണ്ട് എന്നതാണ്. ദൈവം ഭൂമിയിലെ ഈ ജനവിഭാഗങ്ങളെയെല്ലാം പരത്തി, അല്ലെങ്കിൽ പല സ്ഥലത്തേക്ക് ചിതറിച്ചു. അങ്ങനെ യാഫത്തിൻ്റെ സന്തതികളും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പോയി. എന്നാൽ പിന്നീട് ഈ യാഫത്തിൻ്റെ സന്തതികളോട് ഹൃദ്യമായി ദൈവം സംസാരിച്ച് അവരെ ഷേമിൻ്റെ കൂടാരത്തിൻ്റെ ദിശയിലേക്ക് ദൈവം അവരെ വശീകരിച്ചു കൊണ്ടുവന്നു, തിരിച്ച് കൊണ്ടുവന്നു എന്ന് കാൽവിൻ്റെ ആ ഒബ്സർവേഷൻ വളരെ മനോഹരമാണ്. ലോകം നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. ഈ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിലൂടെയാണ് ദൈവം യാഫത്തിനോട് ഹൃദ്യമായി സംസാരിച്ച് അവനെ ഷേമിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ ഷേമും യാഫത്തും ഇന്ന് ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ലോകത്തിൽ കാണുന്നത്. അതിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എങ്കിലും ഇവർ രണ്ടു കൂട്ടരും ആരാധിക്കുന്നത് ഒരു ദൈവത്തെ തന്നെയാണ്. ഇന്ന് ലോകത്തിൻ്റെ ഇന്നത്തെ ആനുകാലിക ചരിത്രം നോക്കിയാൽ ഈ ഷേമിൻ്റെ സന്തതി പരമ്പരയായ ഇസ്രായേൽ എന്ന രാജ്യം, ഈ ഇസ്രായേലിന് പിന്തുണയായിട്ട് നിൽക്കുന്നത് ആരാണ്? യാഫത്തിൻ്റെ മക്കളാണ്, അഥവാ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അമേരിക്കയും ഫ്രാൻസും ഇതുപോലെയുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലിന് പിന്തുണയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വചനം, നോഹയിലൂടെ അരുളി ചെയ്ത ആ വാക്കുകൾ എത്ര മനോഹരമായിട്ടാണ് ചരിത്രത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്, ചരിത്രത്തിൽ നിറവേറിയത്, ഇന്നും നിറവേറുന്ന, ഇന്നും നടക്കുന്നതൊക്കെ നമുക്കിതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഷേമിൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ. അതുപോലെ യാഫേത്ത് ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും. ദൈവം എത്ര വലിയവനാണ്! ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ ബൈബിൾ എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ പഠനവും നമുക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം.